ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, 2024 ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെയും കുറവുകളെയും അതിജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലെ ചില സുഗന്ധങ്ങളെ നമ്മൾ സ്വന്തമാക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ദർശനത്തിലൂടെ നമ്മുടെ ചിന്തകളെ കടത്തിവിടുമ്പോൾ മൂന്നാമതായി ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുക ക്രിസ്തുവിൻ്റെ ജീവിത നിലപാടുകളുടെ സുഗന്ധം സ്വന്തമാക്കുവാനാണ്. ക്രിസ്തുവിൻ്റെ ജീവിത നിലപാടുകളുടെ സുഗന്ധം. ഒരുപാട് ജീവിത നിലപാടുകൾ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിരുന്നിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഈശോയുടെ ജീവിത നിലപാടിനെ നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ഇതാ ഒരുപാട് ലൂക്കായുടെ സുവിശേഷം മുഴുവൻ വിരുന്നുകളുടെ ഒരു ഉത്സവമായിട്ടുള്ള സുവിശേഷമാണ്. ആ വിരുന്നുകളിലെല്ലാം തന്നെ ഈശോയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായൊരു കാഴ്ച ഇതാണ്. ആ വിരുന്ന് ആര് വിരുന്നിന് ക്ഷണിച്ചാലും കടന്നു ചെല്ലുന്ന ഈശോനാഥൻ. ആ വിരുന്നിനെല്ലാം തന്നെ ആ വിരുന്നിൻ്റെ ഒരു സന്ദേശം ഈശോ അവിടെ കടന്നു വരുന്ന ഓരോ മനുഷ്യർക്കും നൽകുന്നുണ്ട്. ആ സന്ദേശത്തിൻ്റെ എല്ലാം പൊരുൾ ഇതാണ്: സ്വർഗരാജ്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദേശമാണ്. തൻ്റെ ജീവിതം തന്നെ വിരുന്നായി, ഭക്ഷണമായി മനുഷ്യന് നൽകുവാനായിട്ട് ഇതാ ഉള്ളിൽ ധ്യാനിക്കുന്ന തമ്പുരാൻ തൻ്റെ ജീവിത നിലപാടുകൾ, ഏറ്റവും ശ്രേഷ്ഠമായൊരു ജീവിത നിലപാട് വിരുന്നുകളിൽ എടുക്കുന്നു. വിരുന്നുകളെല്ലാം തന്നെ സ്വർഗരാജ്യത്തിലെ വിരുന്നിനെ മുന്നാസ്വാദനമായിട്ട് വേണം എൻ്റെ ജീവിതത്തിലെ ഓരോ വിരുന്നുകളെയും ഞാൻ അനുഭവിക്കുവാൻ. ആ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയ ഭൂമിയിലെ തീർത്ഥാടനമാണ് ഈ ഭൂമിയിലെ ജീവിതമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഓരോ വിരുന്നും ക്രിസ്തുവിൻ്റെ ഈ നിലപാടിനോട് ചേർത്ത് വെക്കുന്ന നിലപാട്, ആ വിരുന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ വിരുന്ന് സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള ഒരു വിരുന്നായിട്ട് മാറ്റുവാൻ എനിക്ക് സാധിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോനാഥ, അങ്ങ് ഇതാ വിരുന്നുകളിൽ എടുത്ത നിലപാട്, വിരുന്നുണ്ട്, ആ വിരുന്ന് ഇതാ സ്വർഗരാജ്യത്തിലേക്ക് ചേരുന്ന വിരുന്നാക്കി അങ്ങ് മാറ്റുന്നു. കടന്നു വരുന്നവരെയെല്ലാം ജീവിതത്തിൽ ആ വിരുന്നിലൂടെ എങ്ങനെ സ്വർഗരാജ്യം സ്വന്തമാക്കാം, ഞാൻ ക്ഷണിക്കേണ്ടതും ക്ഷണിക്കപ്പെടേണ്ടതുമായിട്ടുള്ള മനുഷ്യരാരൊക്കെയാണ്? ജീവിതത്തിൽ വിരുന്നുണ്ണുവാൻ സൗഭാഗ്യമില്ലാത്ത ഒരുപാട് മനുഷ്യരിൽ ചുറ്റിലുമുണ്ട്. അങ്ങനെ ആ വേദനകളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, അംഗവൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെയെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിരുന്നിലേക്ക് ഞാൻ ക്ഷണിക്കുമ്പോൾ, ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നുണ്ണുവാൻ അതെന്നെ പ്രാപ്തനാക്കുന്നു എന്ന് ഇതാ അങ്ങയുടെ നിലപാട്, ജീവിത നിലപാട് എന്നെ പഠിപ്പിക്കുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ നിലപാടുകളെ സ്വന്തമാക്കിക്കൊണ്ട് സ്വർഗരാജ്യ ലക്ഷ്യമാക്കിയ ഭൂമിയിലെ തീർത്ഥാടനം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. ജീവിതം പോരാ. സ്തോത്രം യേശുവേ, മഹത്വം, ഈശോയെ, അങ്ങയുടെ ജീവിത നിലപാടുകളെ സ്വന്തമാക്കി സ്വർഗരാജ്യത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സമൂഹമാക്കി ഞങ്ങളെല്ലാം അങ്ങ് മാറ്റണമേ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.